അളവറ്റ ദയാപരനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. അവരിൽ ചിലർ ഇவ்விதമുണ്ട്. വേദം പാരായണം ചെയ്യുമ്പോൾ തങ്ങൾ ഉച്ചരിക്കുന്നത് വേദവാക്യങ്ങളാണെന്ന് നിങ്ങൾ ധരിക്കുന്നതിന് വേണ്ടി നാവിനെ വക്രിക്കുന്നു. അവയോ വേദവാക്യങ്ങളല്ലതാനും. തങ്ങൾ വായിക്കുന്നത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോ ദൈവത്തിൽ നിന്നുള്ളതുമല്ല. അവർ മനഃപൂർവ്വം അല്ലാഹുവിൻ്റെ പേരിൽ വ്യാജം പറയുകയാകുന്നു. അല്ലാഹു ഒരാൾക്ക് വേദവും തത്വജ്ഞാനവും പ്രവാചകത്വം നൽകുകയും എന്നിട്ട് അയാൾ ജനങ്ങളോട് നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളാകുന്നതിന് പകരം എൻ്റെ അടിമകളായിരിക്കുവിൻ എന്ന് പറയുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യനും പറ്റിയതല്ല. പ്രത്യുത നിങ്ങൾ പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേദപുസ്തകം അനുശാസിക്കുംപടി നിഷ്കളങ്കരായ ദൈവഭക്തരായിരിക്കുവിൻ എന്നത്രേ അയാൾ പറയുക. മലക്കുകളെയും ദൈവദൂതന്മാരെയും റബ്ബുകളായി വരിക്കുവാൻ അയാൾ ഒരിക്കലും നിങ്ങളെ ഉപദേശിക്കുകയുമില്ല. നിങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞിരിക്കെ ഒരു പ്രവാചകൻ നിങ്ങളുടെ സത്യനിഷേധം കൽപ്പിക്കുകയോ ഒരു പ്രവാചകൻ നിങ്ങളോട് സത്യനിഷേധം കൽപ്പിക്കുകയോ ഓർക്കുവിൻ, അല്ലാഹു പ്രവാചകന്മാരിൽ നിന്ന് ഇങ്ങനെ പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേദവും തത്വജ്ഞാനവും നൽകിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നാളെ ഒരു ദൈവദൂതൻ ആഗതനായാൽ വന്നാൽ നിങ്ങൾ തിട്ടമായും അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതും സഹായിക്കേണ്ടതുമാകുന്നു. ഇவ்விதം അരുളിക്കൊണ്ട് അല്ലാഹു ചോദിച്ചു, നിങ്ങളിത് സ്വീകരിക്കുകയും തദനുസരണം എന്നോട് പ്രതിജ്ഞയുടെ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തില്ലേ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അവൻ അരുളി, ശരിയെങ്കിൽ നിങ്ങൾ സാക്ഷികളാകുവിൻ. ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാകുന്നു. ഇനി നിങ്ങളുടെ പ്രതിജ്ഞയിൽ നിന്ന് പിന്തിരിയുന്നവരാരോ അവർ തന്നെയാകുന്നു പാപികൾ. ഈ ജനം അല്ലാഹുവിൽ നിന്നുള്ള അനുസരണത്തിൻ്റെ മാർഗം, അല്ലാഹുവിൻ്റെ ദീൻ വെടിഞ്ഞ് മറ്റേതെങ്കിലും മാർഗം കാക്ഷിക്കുകയാണോ? വാനഭുവനങ്ങളിലുള്ളതൊക്കെയും ആകാശഭൂമിയിലുള്ളതൊക്കെയും ബോധപൂർവമായും അല്ലാതെയും അവൻ്റേത് മാത്രം ആജ്ഞാനുവർത്തി മുസ്ലിങ്ങളായിരിക്കെ സകലവും അവനിലേക്ക് മടങ്ങേണ്ടതുമായിരിക്കെ പ്രവാചകരെ പറയുക, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് അവതീർണമായതിലും വിശ്വസിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ സന്തതികൾ എന്നിവർക്ക് അവതരിക്കപ്പെട്ടിരുന്ന ശാസനകളിലും മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നിവർക്കും ഇത്തര പ്രവാചകവര്യന്മാർക്കും അവരുടെ നാഥങ്കിൽ നിന്ന് അവതരിച്ചിട്ടുള്ള മാർഗദർശനങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരിൽ ആരോടും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിൻ്റെ ആജ്ഞാനുവർത്തി മുസ്ലിങ്ങളാണല്ലോ. ഈ അനുസരണം ഇസ്ലാം അല്ലാത്ത ഏതൊരു മാർഗം ആര് കൈക്കൊണ്ടാലും അതൊരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. പരലോകത്തിലോ അവർ പരാജിതരിൽപ്പെട്ടവനായിരിക്കും. സത്യവിശ്വാസം കൈക്കൊള്ളുവാൻ അനുഗ്രഹം സിദ്ധിച്ചിട്ടും നിഷേധികളായി തീർന്ന ജനത്തിന് അല്ലാഹു സന്മാർഗം നൽകുന്നതെങ്ങനെ? ഈ ദൈവദൂതൻ സത്യവാനെന്നവർ സ്വയം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതും അവർക്കായി തെളിഞ്ഞ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതുമായിരിക്കെ അധാർമികളായ ജനത്തിനോ അല്ലാഹു മാർഗദർശനം നൽകാറില്ല. അവരുടെ അധർമ്മത്തിനുള്ള ശരിയായ പ്രതിഫലം എന്തെന്നാൽ അവരിൽ അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും സകല ജനത്തിൻ്റെയും ശാപം ഭവിക്കുമത്രേ. ഈ ശാപാവസ്ഥയിൽ അവർ ചിരകാലം വസിക്കും, കുറേ കാലം ജീവിക്കും. അവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് അവധി നൽകപ്പെടുന്നതുമല്ല. അതിനുശേഷം പശ്ചാത്തപിക്കുകയും തങ്ങളുടെ കർമ്മമാർഗം സംസ്കരിക്കുകയും ചെയ്തവരൊഴിച്ച് അവർ രക്ഷപ്പെടുന്നതാകുന്നു. അല്ലാഹു ഏറെ മാപ്പരുളുന്നവനും കരുണാവാരിധിയുമല്ലോ. എന്നാൽ വിശ്വസിച്ച ശേഷം നിഷേധിക്കുകയും എന്നിട്ട് നിഷേധത്തിൽ മുന്നേറുകയും ചെയ്തവരോ അവരുടെ പശ്ചാത്താപം ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. അവർ തന്നെയാകുന്നു തനിച്ച് ദുർമാർഗികൾ. സത്യനിഷേധികളാവുകയും നിഷേധികളായി തന്നെ മരിച്ചു പോവുകയും ചെയ്തവരുണ്ടല്ലോ. അവരിൽ ആരെങ്കിലും തന്നെ നരകയാതനയിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ടതിന് ഭൂമി നിറയെ കനകം പ്രായശ്ചിത്തമായി നൽകിയാലും അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടുന്നതല്ല. അത്തരക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നോവുന്ന ശിക്ഷയത്രേ. അവർക്ക് സഹായകനായി ആരെയും ലഭിക്കുന്നതല്ല.
നിങ്ങൾക്ക് പ്രിയങ്കരമായ വസ്തുക്കൾ എന്തോ അത് ദൈവമാർഗത്തിൽ ചെലവഴിക്കാതെ പുണ്യമാർജിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ചെലവഴിക്കുന്നതെന്തും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. മുഹമ്മദീയ ശരീഅത്തിൽ ഹിതകരമായ ഈ പദാർത്ഥങ്ങളൊക്കെയും ഇസ്രായേൽ വംശത്തിനും ഹിതകരമായിരുന്നു. എന്നാൽ തൗറാത്ത് അവതരിച്ചു കിട്ടുന്നതിനു മുമ്പ് ഇസ്രായേൽ ഹസ്രത്ത് യാക്കൂബ് അലൈഹിസ്സലാം തൻ്റെ മേൽ സ്വയം നിഷിദ്ധമാക്കിയ ചില പദാർത്ഥങ്ങളുണ്ടായിരുന്നു എന്നു മാത്രം. അവരോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ വിമർശനത്തിൽ സത്യസന്ധരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും വചനം വായിച്ചു കേൾപ്പിക്കുക. അതിനുശേഷം പോലെ കൽപ്പിതമായ വ്യാജം അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരാരോ അവരാകുന്നു യഥാർത്ഥത്തിൽ അക്രമികൾ. പറയുക, അള്ളാഹു അരുളിയിട്ടുള്ള സത്യമാകുന്നു. നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം ഏകാഗ്രചിത്തരായി പിൻപറ്റേണ്ടതാകുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമോ ബഹുദൈവ ആരാധകരിൽ പെട്ടവനായിരുന്നില്ല. നിസ്സംശയം മനുഷ്യർക്കായി നിർമ്മിക്കപ്പെട്ട പ്രഥമ ദേവാലയം മക്കയിൽ സ്ഥിതി ചെയ്യുന്നതുമാകുന്നു. അത് അനുഗ്രഹീതവും ലോകർക്കാകമാനം മാർഗദർശന കേന്ദ്രവുമായിട്ടത്രേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആരാധനാ സ്ഥാനവുമുണ്ട്. ആർ അതിൽ പ്രവേശിച്ചുവോ അവർ അഭയം പ്രാപിച്ചവനായി എന്നതാകുന്നു അതിൻ്റെ അവസ്ഥ. ആ മന്ദിരത്തിൽ എത്തിച്ചേരുവാൻ കഴിവുള്ളവർ അവിടെ തീർത്ഥാടനം ചെയ്യുവാൻ മനുഷ്യർക്ക് അല്ലാഹുവിനോട് കടമയുണ്ട്. ഈ വിധി പാലിക്കുവാൻ വിസമ്മതിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അല്ലാഹു സർവ്വലോകരിൽ നിന്നും നിരാശ്രയനാകുന്നു. പറയുക, ഓ വേദക്കാരെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുവാൻ വിസമ്മതിക്കുകയാണോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അല്ലാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. പറയുക, വേദക്കാരെ, അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങളിൽ വിശ്വസിച്ചവരെ കൂടി ദൈവിക സരണയിൽ നിന്ന് തടയുകയും അവർ വക്രമാർഗത്തിൽ ചരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ നിലപാടെന്ത്? അത് സന്മാർഗമാണെന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളായിരിക്കെ നിങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. അല്ലയോ വിശ്വസിച്ചവരെ, ഈ വേദം ലഭിച്ചിട്ടുള്ളവരിൽ ഒരു കൂട്ടരുടെ വാദങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ അവർ നിങ്ങളെ വിശ്വാസികളായ ശേഷം സത്യനിഷേധത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതാകുന്നു. നിങ്ങളോ അല്ലാഹുവിൻ്റെ സൂക്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ദൂതൻ്റെ സാന്നിധ്യവുമുണ്ട്. എന്നിരിക്കെ ഇനിയും നിങ്ങൾ നിഷേധികളാക്കുവാൻ എന്ത് സന്ദർഭമാണ് അവശേഷിപ്പിച്ചിട്ടുള്ളത്? ആർ അല്ലാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുന്നുവോ നിശ്ചയം അവർ നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.